നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൈപോൾ കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്യൂ ടു എ ഡൈപോൾ നമുക്കറിയാം ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ചെയ്താൽ മതി. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഒരു ഡൈപോൾ കാരണം ഉണ്ടാവുന്നത് പി കോസ് തീറ്റ ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഇവനെ എഴുതി പി കോസ് തീറ്റ ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ എന്ന് എഴുതി. ഇവ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് വീണ്ടും എഴുതുമ്പോൾ പി ഡോട്ട് ആർ ക്യാപ് ഡിവൈഡ് ബൈ 4πε0 r സ്ക്വയർ എന്ന് എഴുതാം. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുട്ടാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ വെക്ടർ ഡിവൈഡ് ബൈ മോഡ് ഓഫ് ആർ എന്നാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായിരിക്കും എന്ത് ഈ ക്വാണ്ടിറ്റി നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്ത് എഴുതുമ്പോൾ ഡെൽ ഓഫ് വി എന്ന് പറയുന്നത് പി ഡോട്ട് ആർ വെക്ടർ ഡിവൈഡ് ബൈ 4πε0 ഇവൻ ഇൻറ്റു മോഡ് ഓഫ് ആർ എന്ന് പറയുമ്പോൾ ആർ ക്യൂബ് ആയിരിക്കും. നമുക്കറിയാം ഇലക്ട്രിക്കൽ നേരത്തെ ഞാൻ പറഞ്ഞു ഈ കണ്ടുപിടിക്കണമെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഗ്രാഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും 1/4πε0 നമ്മൾ പുറത്തിറക്കി. ഇനി ഗ്രാഡിയൻ്റ് ഓഫ് പി ഡോട്ട് ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നാ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു ഇവനെ നമ്മൾ പുറത്തിറക്കി 1/r ക്യൂബിനെ പുറത്തിറക്കിയിട്ട് എന്താ ചെയ്ത് ഗ്രാഡിയൻ്റ് ഓഫ് പി ഡോട്ട് ആർ വെക്ടർ പ്ലസ് ഇവനെ ഞാൻ പുറത്തിറക്കാം. ഫസ്റ്റ് എഴുതിയതിനെ പുറത്തിറക്കി പി ഡോട്ട് ആർ വെക്ടർ ഗ്രാഡിയൻ്റ് ഓഫ് 1/r ക്യൂബ് എന്ന് നമ്മൾ എഴുതി. അപ്പോൾ നമുക്കറിയാം ഡോ ഡിവൈഡഡ് ബൈ ഡോ ആർ ഇതിൽ വേരിയബിളായി നിൽക്കുന്ന ആറ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും വാരി ചെയ്യണില്ല. അപ്പോൾ ഈ ആറിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ഡോ വിത്ത് റെസ്പെക്ട് ടു ഡോ ആർ ഡെൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഡോ വിത്ത് റെസ്പെക്ട് ടു ഡോ ആർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡോ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഇൻറ്റു എക്സ്, അതായത് ഡോ ആർ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഡോ ആർ വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് ഡോ ആർ വിത്ത് റെസ്പെക്ട് ടു ഡോ ആർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡോ എക്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 1 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ ഡോ ആർ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക 1 ആയിരിക്കും ഇവിടെ കിട്ടാം. ഇവിടെ പി ഡോട്ട് ആർ വെക്ടർ ഇവിടെ ഡെൽ ഓഫ് 1/r ക്യൂബ് എന്ന് വരയ്ക്കുന്നത്. മുകളിലേക്ക് ആക്കുമ്പോൾ r⁻³ ആയിരിക്കും. ഇവിടെ നമുക്കറിയാമല്ലോ x⁻n എന്ന് പറയുന്നത് -n(x⁻n-1) ആണ്. അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ -3x⁻³ എന്ന് പറയുന്നത് -4 ആയിരിക്കും. അപ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ p ഡിവൈഡ് ബൈ r ക്യൂബ് -3 ഇൻറ്റു പി ഡോട്ട് ആർ വെക്ടർ ഡിവൈഡ് ബൈ r⁴ എന്ന് കിട്ടും. ഇനി നമുക്ക് നെഗറ്റീവ് ഗ്രാഡിയൻ്റ് എന്ന് പറയണം. നെഗറ്റീവ് ഇവൻ്റെ ഒരു കൂടുതൽ നെഗറ്റീവ് കൂടി ചേർക്കുമ്പോൾ എന്തായിരിക്കും ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 3pr വെക്ടർ ഡിവൈഡ് ബൈ r⁴ - p ഡിവൈഡ് ബൈ r ക്യൂബ് എന്ന് കിട്ടും. ഇവൻ പുറത്ത് 1/4πε0.